നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് സിനിമകൾ കാണുന്നവരാണ്. എന്നാൽ നമ്മൾ ഒരുപാട് തവണ കണ്ട സിനിമകളിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെയും അറിയാതെയും പോയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പുതിയ അറിവുകളെക്കുറിച്ച് മുൻപ് പല വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദോസ്ത് 2001 ദിലീപ് കുഞ്ചാക്കോ ബോബൻ സിനിമയാണ് ദോസ്ത്. എന്നാൽ ഈ സിനിമ ഇത്രയും നാൾ കണ്ടിട്ടും അധികം ആർക്കും അറിയാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു സിനിമയിൽ ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ പരസ്യം പ്രൊമോഷനായി കാണിക്കുന്നത് സ്വാഭാവികമാണ്. പല്ല് തേക്കുന്ന പേസ്റ്റ് മുതൽ ഫോൺ വിളിക്കുന്ന സിം കാർഡ് ഉൾപ്പെടെ മലയാള സിനിമകളിൽ പല ബ്രാൻഡുകൾ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. എന്നാൽ അതൊക്കെ ഏതാനും കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അങ്ങനെയെങ്കിൽ ദോസ്ത് എന്ന ഈ സിനിമയിൽ 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇപ്പോഴത്തെ വണ്ടർലയായ വീഗാലാൻഡ് ആണ്. ഈ സിനിമ റിലീസാവുന്നത് 2001 കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് വാട്ടർ തീം പാർക്കായ വീഗാലാൻഡ് നിലവിൽ വന്നത് 2000 അതിനു മുൻപ് മലയാളികൾക്ക് അമ്യൂസ്മെന്റ് വാട്ടർ തീം പാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ പരിചയമൊന്നുമില്ല. കാരണം ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 വീഗാലാൻഡ് വരികയും വീഗാലാൻഡിന്റെ പ്രൊമോഷൻ ദോസ്ത് എന്ന സിനിമയിലെ കിളിപ്പെണ്ണ എന്ന 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിൽ ഉൾപ്പെടുത്തുന്നത്. വീഗാലാൻഡ് എന്താണെന്ന് ആദ്യമായി മലയാളി പ്രേക്ഷകർ കാണുന്നത് ഈ സിനിമയിലെ പാട്ടിലൂടെയാണ്. സിനിമയുടെ സംവിധായകനായ തുളസീദാസ് ഹിറ്റുകൾ കൊടുത്തിരുന്ന സമയം, അതിന്റെ കൂടെ ജനപ്രിയ നായകനായ ദിലീപിന്റെ ചിത്രവും ആളുകൾ തിയേറ്ററിലേക്ക് ഇരച്ചു കയറുമ്പോൾ വീഗാലാൻഡിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊമോഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ വീഗാലാൻഡിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ദോസ്ത് എന്ന ഈ സിനിമ റിലീസ് ആയതിനു ശേഷം വീഗാലാൻഡിന്റെയും ഈ സിനിമയുടെയും പേര് ചേർത്ത് വെച്ച് പല പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തൊക്കെയാണെങ്കിലും 25 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രൊമോഷൻ ആണെന്ന് തോന്നിപ്പിക്കാതെ 4.5 മിനിറ്റത്തോളം പ്രേക്ഷകരെ സ്വാധീനിക്കാൻ ഈ പാട്ടിന് ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ 1975 പുറത്തിറങ്ങിയ തോപ്പിൽ ബാസി സിനിമയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ സിനിമയുടെ ക്വാളിറ്റിയുള്ള പ്രിന്റൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം 1975 കാലഘട്ടത്തിലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ 2D ആനിമേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോഴും സിനിമയുടെ ക്ലൈമാക്സിലെ ഒരു ഗാനരംഗത്തിനിടയിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെയും 2D ആനിമേഷൻ കാണിക്കുന്നുണ്ട്. 1919 ഹോളിവുഡിൽ ചെയ്തുകൊണ്ടിരുന്ന പേപ്പറിൽ പടങ്ങൾ വരച്ച് മൂവ് ചെയ്തുകൊണ്ടുള്ള 2D ആനിമേഷനാണ് ഈ സിനിമയിലും അവർ ചെയ്തത്. ശരിക്കും ഇതൊരു വലിയ ഇന്നോവേഷൻ ആയിരുന്നു. എന്നാൽ പക്ഷെ ഇത്രയും വർഷമായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്താലേ. ഹലോ മദ്രാസ് ഗേൾ 1983 മോഹൻലാൽ സിനിമയാണ് ഹലോ മദ്രാസ് ഗേൾ. ഈ സിനിമ ഇറങ്ങുന്നതിന് 3 വർഷം മുൻപ്, അതായത് 1980 നടനായ ജയൻ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം 1982 ഭീമൻ എന്ന സിനിമയിലൂടെ ജയന്റെ ശരീരത്തിലും ആകാര ഭംഗിയിലും സാമാന്യനായ ഭീമൻ രഘുവിനെ അടുത്ത ജയൻ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന സമയം, ഭീമൻ രഘുവിനെ അടുത്ത ജയനാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമം പാളിപ്പോയ ഒരു സിനിമയാണ് ഹലോ മദ്രാസ് ഗേൾ. സിനിമയിലെ ഒരു ഭാഗത്തായി ഭീമൻ രഘു ജയനെ അനുകരിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സിനിമയിൽ ഭീമൻ രഘു സംസാരിക്കുന്നത് ജയൻ സംസാരിക്കുന്ന അതേ ടോണിലും ശബ്ദത്തിലുമാണ്. പ്രതിഫലം കൊടുക്കാതെ ഒരു സഹായവും ഞാൻ സ്വീകരിക്കാറില്ല. ജയന്റെ ശബ്ദം ഭീമൻ രഘുവിന് ഡബ് ചെയ്തത് സംവിധായകനായ ആലപ്പി അഷറഫ് ആയിരുന്നു. ജയന്റെ ഏകദേശ ലുക്കൊക്കെ എവിടെയൊക്കെ തോന്നുമെങ്കിൽ പോലും എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഭീമൻ രഘുവിനെ അടുത്ത ജയനാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഈ ഒരൊറ്റ സിനിമയിലൂടെ പാളിപ്പോയി. അങ്ങനെ പരിപാടി മൊത്തത്തിൽ പാളിപ്പോയതുകൊണ്ട് പിന്നീട് വന്ന ഒരു മാടപ്രാവിന്റെ കഥ, ഭീകരൻ എന്നീ സിനിമകളിൽ ജയന്റെ വോയിസിന് പകരം ഭീമൻ രഘു ഒറിജിനൽ സൗണ്ടിലാണ് ഡബ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. കമ്മീഷണർ 1994 ഷാജി കൈല സുരേഷ് ഗോപി സിനിമയാണ് കമ്മീഷണർ. ഈ സിനിമയിലെ ഏറ്റവും രോമാഞ്ചം കൊള്ളിച്ച സീനായിരുന്നു നടുറോഡിൽ വെച്ച് സുരേഷ് ഗോപി വില്ലന്മാരെ ഇടിച്ച് പഞ്ഞിക്കിട്ട് മേലുദ്യോഗസ്ഥന്മാരോട് ചൂടാവുന്ന രംഗം. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ഒരു സീൻ ഷൂട്ട് ചെയ്തതുപോലെ ആ കാലഘട്ടത്തിൽ വേറൊരു സിനിമ അത്രയും റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടാവില്ല. അതിന്റെ കാരണം ഈ ഐക്കോണിക് രംഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ്. ഇത്രയും തിരക്കുള്ള തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ പോലീസ് വണ്ടികളും പോലീസുകാരെയും ജനങ്ങളെയും കൂട്ടി നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്നത്തെ കേരള മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ ഷാജി കൈലാസിന് വേണ്ടി മാത്രം വൈകുന്നേരം 4 മണി തൊട്ട് 6 മണി വരെയുള്ള 2 മണിക്കൂർ സമയം അത്രയും തിരക്കുള്ള തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് പിടിച്ചു നിർത്തി.
ആ സമയത്തിനിടയിൽ 2 ക്യാമറ ഉപയോഗിച്ച് റിഹേഴ്സൽ ഇല്ലാതെ ഒറ്റ ടേക്കിലാണ് സുരേഷ് ഗോപി ആ ഒരു സീൻ ഇത്ര ഗംഭീരമായി അഭിനയിച്ചത്. സമയത്തിന്റെ പരിമിതി മൂലം സംവിധായകനായ ഷാജി കൈലാസ് ആയിരുന്നു ഒരു ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത്. ഞാനൊരു ക്യാമറയും ദിനേശ് ബാബു ഒരു ക്യാമറയും വെച്ച് ഫാസ്റ്റ് ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്, തീർക്കണം. അന്ധകാലത്ത് അവർ ഇത്രയും വലിയ റിസ്ക് എടുത്തു എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇലഞ്ഞിപ്പൂക്കൾ 1986 സന്ധ്യാമോഹൻ സിനിമയായിരുന്നു ഇലഞ്ഞിപ്പൂക്കൾ. ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിർമ്മാതാവോ സംവിധായകനോ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ സിനിമയിൽ ഏതൊക്കെ നടീനടന്മാർ അഭിനയിക്കണമെന്ന് തീരുമാനിച്ചത് പ്രേക്ഷകരായിരുന്നു. വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? സംഭവം വേറൊന്നുമല്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടി സിനിമയുടെ അണിയറ പ്രവർത്തകർ മംഗളം വാരികയിൽ ഈ സിനിമയുടെ കഥയുടെ സാരാംശം കൊടുത്തിട്ട് സിനിമയിലെ കഥാപാത്രങ്ങളായി ആരൊക്കെ വേണമെന്ന് പ്രേക്ഷകരോട് ചോദിച്ചു. അങ്ങനെ പ്രേക്ഷകർ ഈ കഥ വായിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നടീനടന്മാർ ഏതൊക്കെ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് കത്തിലൂടെ സിനിമാക്കാർക്ക് തിരിച്ചയച്ചു. അങ്ങനെ കത്തിലൂടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറഞ്ഞ നടീനടന്മാരെയാണ് പിന്നീട് സിനിമയിൽ അഭിനയിപ്പിച്ചത്. പ്രേക്ഷകർ തിരഞ്ഞെടുത്ത നടീനടന്മാരെ പിടിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളത് ഒരു പുതിയ ആശയമായിരുന്നു. എന്നാൽ പക്ഷേ ഈ പരിപാടി പിന്നീട് വേറെ മലയാള സിനിമയിലൊന്നും കണ്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ ഒന്ന് പറയുമല്ലോ. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സിനിമയായിരുന്നു ടോക്കിയോ നഗരത്തിലെ വിശേഷങ്ങൾ. ഈ സിനിമ തിയേറ്ററിൽ പേരില്ലാതെ റിലീസാവുകയും പിന്നീട് സിനിമ കണ്ട പ്രേക്ഷകർ കണ്ടെത്തിയ പേരായിരുന്നു ഈ സിനിമയ്ക്ക് ഇട്ടത്. ലിസ 1978 മലയാളം ഹൊറർ സിനിമയാണ് ലിസ. 1973 എക്സോസിസ്റ്റ് എന്ന ഹോളിവുഡ് ഹൊറർ സിനിമയുടെ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ സിനിമ. ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ അതുവരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള വലിയ മേക്കിംഗ് ആയിരുന്നു ഈ ഒരു ഹൊറർ സിനിമയ്ക്ക്. റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ ഭയം നിറച്ച ഈ സിനിമ കണ്ട പല ആളുകൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാവുകയും പിന്നീട് ഡോക്ടർമാർ ഇടപെട്ടതിനെ കുറിച്ചുമെല്ലാം ഇപ്പോഴും പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ട്. പ്രേതം, ആത്മാവ് എന്നീ കൺസെപ്റ്റ് വളരെ പേടിപ്പെടുത്തും വിധമാണ് അവർ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും റൂമിലെ അന്തരീക്ഷം, കറങ്ങുന്ന കട്ടിൽ, ആർട്ട് വർക്കുകൾ, പ്രോസ്തറ്റിക് മേക്കപ്പിന് സമാനമായ മുഖത്തെ മേക്കപ്പുകളെല്ലാം വളരെ പേടിപ്പിക്കുന്നവയായിരുന്നു. 1978 ഒരു മലയാള സിനിമയ്ക്ക് പ്രേക്ഷകരെ സിനിമ കണ്ടതിന് ശേഷവും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ലിസ എന്ന ഈ സിനിമ 100 ദിവസം തിയേറ്ററിൽ ഓടുകയും ബോളിവുഡിലേക്ക് വരെ റീമേക്ക് ചെയ്ത് പോവുകയും ചെയ്തിരുന്നു. ഈ സിനിമയുടെ വിജയത്തിന് ശേഷവും 1987 വീണ്ടും ലിസ എന്ന പേരിൽ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് സംവിധായകൻ ചെയ്തിരുന്നു. അദ്വൈതം 1991 മോഹൻലാൽ സിനിമയാണ് അദ്വൈതം. സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ആലമ്മൂടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെ മുൻപിൽ വെച്ച് യഥാർത്ഥത്തിൽ മരണപ്പെട്ടു പോകുന്നുണ്ട്. സ്വാമിജി എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നതിനിടയിലാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം അഭിനയിച്ച ആ ഒരു സീൻ സിനിമയിലെ മറ്റൊരു കഥാപാത്രമായ ശങ്കരാടിയെ കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടുപോയ ആലമ്മൂടിനു വേണ്ടി ആ സിനിമയിലും ആയുഷ്കാലം എന്ന സിനിമയിലും ഡബ് ചെയ്തത് ദിലീപായിരുന്നു. നമുക്കിവിടെ ആലോചിക്കാനുള്ളത് വായൂർ ദേവസ്വം ബോർഡ് പ്രശ്നമാണ്. ഗതികെട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. മിന്നാമിനിങ്ങിനും മിന്നുകെട്ട് 1995 ജയറാം സിനിമയാണ് മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്. നടന്മാർ അവരെ തന്നെ സ്വയം കളിയാക്കുന്നത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ ഒരു നടൻ അയാൾ അഭിനയിച്ച മറ്റൊരു സിനിമയെ സ്വയം കളിയാക്കുന്നുണ്ട്. അതും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തന്റെ സ്വന്തം സിനിമയെ. അത് മറ്റാരുമല്ല, ജഗദീഷാണ്. ഈ സിനിമയിലെ ജയറാമിന്റെ കഥാപാത്രത്തിന് ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ 1994 ജഗദീഷിന്റെ ഭാര്യ എന്ന സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഒരാൾ വന്ന് ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ ജഗദീഷ് അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഭാര്യ സിനിമയുടെ പ്രിന്റ് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഭാര്യ നമ്മൾ ഉദ്ദേശിക്കണ പോലെ പോകും തോന്നുന്നില്ല. വളരെ ശരിയാ. എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങുന്ന സമയത്തും ജഗദീഷിന്റെ ഭാര്യ എന്ന സിനിമ ചില തിയേറ്ററുകളിൽ അപ്പോഴും ഓടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഇവർ സംസാരിക്കുന്ന സമയത്ത് ജഗദീഷിന്റെ തന്നെ സിനിമാ ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി തമാശയായി പറഞ്ഞതാണെങ്കിൽ പോലും ഒരുപക്ഷെ ജഗദീഷിന്റെ മറ്റേ സിനിമയെ അത് നെഗറ്റീവായി ബാധിക്കാനും ചാൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ജഗദീഷ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി അറിയില്ല. കൊടിയേറ്റം 1978 അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാണ് കൊടിയേറ്റം. ഭരത് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് ഈ സിനിമയിലൂടെയാണ്. ഈ സിനിമയിൽ ഭാര്യയും കുടുംബവും ഉപേക്ഷിച്ച ഭരത് ഗോപിയുടെ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രം വളരെ ഇമോഷണലായ ഒന്നാണ്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമുള്ള സിനിമയിലെ ഒരു ഭാഗത്തും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിച്ചിട്ടില്ല. സിനിമയിലെ ഒരു സ്ഥലത്തും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിക്കാതെ ഇമോഷണലായി അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ഒരേ ഒരു സിനിമയാണ് കൊടിയേറ്റം. ഇതേ അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളിലും പത്മരാജന്റെ പെരുവഴി അമ്പലത്തിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൊടിയേറ്റം എന്ന ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരിടത്തും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാണാൻ കഴിയില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.